السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 130. വുളൂഇനെ തജ്ദീദ് ചെയ്യൽ സുന്നത്തുണ്ട്. അഥവാ എടുത്ത വുളൂഅ് മുറിയാതെ തന്നെ, വുളൂഅ് നിലനിൽക്കെ തന്നെ വീണ്ടും വുളൂഅ് ചെയ്യുക. ഇത് സുന്നത്താകുന്നത് വമഹല്ലു നജ്ബി തജ്ദീദിഹി ഇദാ സുല്ലിയ ബിൽ അവ്വലി സ്വലാത്തമ്മ വലോ റക്അ. ഒരു വുളൂഅ് കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചെങ്കിൽ പിന്നെ ആ നിസ്കാരം ഫർള് നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, അത് തന്നെ ഒരു റക്അത്ത് മാത്രം നിർവഹിച്ചതാവട്ടെ, എന്നാൽ പോലും വുളൂഇനെ ഒന്ന് പുതുക്കിയെടുക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ ഒരു നിസ്കാരമെങ്കിലും നിർവഹിക്കാത്ത സ്ഥിതിക്ക് വുളൂഇനെ പുതുക്കിയെടുക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, അത്തരം സാഹചര്യങ്ങളിൽ വുളൂഇനെ പുതുക്കൽ കറാഹത്ത് കൂടിയാണ്. ഒരു വുളൂഅ് കൊണ്ട് ഒരു നിസ്കാരമെങ്കിലും നിർവഹിക്കണം, അല്ലാതെ വുളൂഇനെ പുതുക്കുന്നിടത്ത് കറാഹത്ത് വരും. ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചെങ്കിൽ വുളൂഇനെ പുതുക്കിയെടുക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ പ്രതിഫലം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ പ്രായോഗികമാകുന്നിടത്ത് അത് പാലിക്കേണ്ട ഒരു സുന്നത്ത് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തവല്ലഅ അലാ തുഹ്റിൻ കുതിബ ലഹു അശ്റു ഹസനാത്ത്. ശുദ്ധി ഉണ്ടായിരിക്കെ, വുളൂ ഉണ്ടായിരിക്കെ വീണ്ടും വുളൂ ചെയ്യുന്നയാൾക്ക് 10 ഹസനത്തുകൾ രേഖപ്പെടും എന്നാണ് ഇമാം തിർമിദിയും അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ കാണാൻ സാധിക്കും. എന്താണ് ഇങ്ങനെ ഒരു വുളൂഅ് പുതുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം? അങ്ങനെ സുന്നത്താണ് എന്ന് പറയാനുള്ള ഒരു കാര്യം, പഴയ കാലത്ത് ഒരു വുളൂഅ് കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ പിന്നെ അടുത്ത നിസ്കാരത്തിന് വുളൂഅ് പുതുക്കൽ നിർബന്ധമായിരുന്നു. അങ്ങനെയായിരുന്നു നിയമം. പിന്നീട് ആ നിയമം ദുർബലപ്പെട്ടു പോയതാണ്, മൻസൂഖായതാണ്. വുളൂഅ് പുതുക്കൽ നിർബന്ധമാണ് എന്ന നിയമം മൻസൂഖായെങ്കിലും വുളൂഅ് പുതുക്കൽ സുന്നത്താണ് എന്ന നിയമം അവശേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നിസ്കാരമെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ വുളൂഇനെ പുതുക്കൽ സുന്നത്താണ് എന്ന നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലിഅന്ന മൂജിബൽ വുളൂഇ അഗ്ലബു വുഖൂഅൻ വഹ്തിമാലു അദമി ശുഊരി ബിഹി അഖ്റബു ഫയകൂനുൽ ഇഹ്തിയാത്തു ഫീഹി അഹമ്മ. സാധാരണഗതിയിൽ ഓരോ നിസ്കാരത്തിനും ഓരോ വുളൂഅ് പലപ്പോഴും നമുക്ക് പ്രായോഗികമാകാതെ വരികയും അല്ലെങ്കിൽ അത്ര തന്നെ പ്രതിഫലേച്ഛയോടുകൂടെ നമ്മൾ നിർവഹിക്കുന്നത് സ്വാഭാവികമാകാതെ വരികയും ചെയ്യുന്നുവെങ്കിലും ഒരു വുളൂഅ് കൊണ്ട് ഒരു ഫർള് നിസ്കാരം നിർവഹിച്ചാൽ
അടുത്ത ഒരു ഫർള് നിസ്കാരമാകുമ്പോൾ ഒന്ന് വുളു പുതുക്കാനെങ്കിലും നമ്മൾ മുതിരണം. ചിലരെങ്കിലും വലിയ താല്പര്യം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നേരത്തെ ഫർള് നിസ്കാരത്തിനെടുത്ത വുളു ഇപ്പോൾ സംജാതമായ ഫർള് നിസ്കാരത്തിനും ഉപയോഗപ്പെടുത്താൻ അതൊരു വലിയ കാര്യമായി ധരിച്ചു വച്ചവരുമുണ്ട്. ഞാൻ കഴിഞ്ഞ നിസ്കാരത്തിന് അഥവാ മഗ്‌രിബിനെടുത്ത വുളു കൊണ്ട് തന്നെയാണ് ഇശാ നിസ്കരിക്കുന്നത്, എനിക്ക് വുളു ഉണ്ട്. അങ്ങനെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും, നിസ്കാരം സ്വഹീഹാണെങ്കിലും ഈ നിസ്കാരത്തിന് മറ്റൊരു വുളു അഥവാ വുളുവിനെ പുതുക്കി എടുക്കുക എന്ന സുന്നത്ത് കൂടി നിർവഹിച്ചു കൊണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും നല്ല രീതി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല വുളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മത, ഒന്നുകൂടി വുളു എടുക്കലാണല്ലോ എന്നും ഈ വുളു പുതുക്കൽ സുന്നത്താണ് എന്ന വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വുളു കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി വുളുവിനെ പുതുക്കലാണ് സുന്നത്ത്. ആ വലിയ പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഓരോ നിസ്കാരത്തിനും ഓരോ വുളു തന്നെ എടുത്തിരിക്കും. എന്നാൽ നമ്മൾ അത്ര തന്നെ താല്പര്യം കാണിക്കാത്തവരാണെങ്കിലും ഫർള് നിസ്കാരങ്ങൾക്കെങ്കിലും വേറെ വേറെ വുളു എടുക്കാൻ, വുളു ഉണ്ടെങ്കിൽ തന്നെയും വുളു ഒന്ന് പുതുക്കാൻ, ഈ സുന്നത്ത് മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണം. പക്ഷേ വുളു പുതുക്കുന്നത് കാരണം അതിനേക്കാൾ മുഖ്യമായ ചില സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ പുതുക്കാൻ മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ജമാഅത്ത് തുടങ്ങിയിരിക്കുന്നു, നമ്മൾ വുളു പുതുക്കാൻ പോയാൽ ജമാഅത്തിലെ സമയം നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളീലത്ത് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ അവ്വൽ വക്തിൽ നിസ്കരിക്കുക എന്നത് നഷ്ടപ്പെടും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ വുളുവിനെ പുതുക്കി ആ സുന്നത്തുകൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് എന്നും കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും വുളുവിനെ പുതുക്കൽ ഇത്തരുണത്തിൽ സുന്നത്തുണ്ട് എന്ന മസ്അല നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.